കിട്ടുമെന്ന് അറിയില്ല. ഞാൻ ഇവിടുന്ന് അതൊക്കെ ക്യാമറ വെച്ചതുകൊണ്ട് നമ്മൾ അലമ്പാക്കുമെന്നാണ് എനിക്ക് സംശയം. ആക്കൂരാന്ന് പ്രതീക്ഷിക്കാതെ രൂപ ഉണ്ടാക്കിയ ചിലപ്പോൾ ഞാൻ വിചാരിച്ചേ ശരിക്കും പ്രതിമയല്ല കേട്ടോ. അല്ല പ്രതിമയാട്ടോ, അത് ശരിക്കും വരാന്ന് ഞാൻ വിചാരിച്ചു. ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് കാട് തീരുന്നത്. കാട് തീർന്നു കർണാടക ഗ്രാമങ്ങളിലോട്ട് കയറി. അവരൊന്നും പറഞ്ഞില്ല. എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും കണവണ പറയേണ്ടതാണ്. കർണാടകക്കാരുടെ സ്വഭാവം വെച്ചിട്ട് എന്തെങ്കിലും പറയേണ്ടതാണ്. ഒന്നും മിണ്ടിയില്ല. എന്തായാലും സമാധാനമായി. ചെന്ന് പോകാം. ഇനി ഇവിടെയുള്ള ഒരുപാട് സംഗതികൾ കാണാനുണ്ട്. ഇനി കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ കൃഷിപ്പാടങ്ങൾ നിരന്ന് കിടക്കും. കണ്ടമാനം ഉണ്ടാവും. നമുക്ക് എവിടെയെങ്കിലും കയറിയിട്ട് എനിക്കൊന്ന് ഏകദേശം നല്ല കിലോമീറ്റർ ഓടി. 20 കിലോമീറ്ററിൻ്റെ അടുത്ത് കാടുണ്ടായിരുന്നു തോന്നുന്നു. ഓടി സ്ഥിതിക്ക് കുറച്ച് എണ്ണ അടിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇനിയിപ്പോൾ എന്തോരം ഓടണമെന്നാണില്ല, പമ്പ് കിട്ടാൻ. ഇനി വലിയ സ്പീഡിലൊന്നുമല്ല വന്നത്, പതുക്കെ വന്നോണ്ട് തന്നെ കുഴപ്പമില്ല. ശരിക്കും കർണാടകത്തിൻ്റെ ഗ്രാമീണ ജീവിതമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കണ്ടോ, ഇവിടുത്തെ ആൾക്കാരാണ് ഹൈലൈറ്റ്. ഹെൽമെറ്റ് ഇല്ല, വണ്ടിക്ക് പേപ്പർ തന്നെ ഉണ്ടോ എന്നുള്ളത്. ഇവിടെ വേറൊരു കാര്യം കണ്ടോ നിങ്ങൾ, എല്ലാ വീട്ടിലും കൃഷിയുണ്ട്. പിന്നെന്താ പറയുക, ആടുമാടുകൾ എല്ലാം, പശുക്കൾ, കാള, പോത്ത്, ആട് ഒന്നും വേണ്ട എല്ലാ ടൈപ്പ് ജീവികളും നിരന്ന് കിട്ടുന്ന സ്ഥലമാണ്. ഒന്നും പറയാനില്ല. അക്കാര്യത്തിലൊക്കെ ഇവർ മറ്റേ പശുക്കളെ ആരാധിക്കുന്ന ഒരു ടീമില്ല. പശു ദൈവമാണ്. പശുക്കളെ ഇവരൊന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒരു കേസ്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. വണ്ടി നിർത്താം. അണ്ണനെ കയറി ചിലപ്പോൾ അണ്ണനുണ്ട് തന്നെ ചിക്കൻ വേണ്ട. അണ്ണനല്ല, അണ്ണൻ തന്നെ. ഇനി നമ്മൾ ഫുള്ള് കൃഷിപ്പാടങ്ങളാണ് കംപ്ലീറ്റ്. നമ്മളിനി അങ്ങ് ഏകദേശം മൈസൂർ എത്തുന്നത് വരെ, കാൻപോസ്റ്റ് എത്തുന്നത് വരെ കംപ്ലീറ്റ് കൃഷിപ്പാടങ്ങളായി. എല്ലാ ടൈപ്പ് കൃഷികളും ഉണ്ടാവും. നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പുല്ല് നടുന്നില്ലേ, പുല്ല് വരെ ഇവിടെ കൃഷിയുണ്ട്. എല്ലാത്തിനും നല്ല ആദായമാണ് കിട്ടുന്നത്. ഇനി പ്രാവശ്യം ഇഞ്ചിക്കൊക്കെ വില കൂടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇഞ്ചി കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികൾ വന്ന് ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞാൽ കണ്ടമാനം. ഇപ്പോൾ ഇവിടെ ഞാൻ കേട്ടിട്ടില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു തോട്ടം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 ഏക്കർ തോട്ടം എടുത്തു, അല്ലെങ്കിൽ 20 ഏക്കർ സ്ഥലം എടുത്തു, അവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വാടക പറയും. ഇത്ര വർഷത്തേക്കല്ല ഇത്ര ഇതിന് വാടക പറയും. ആ വാടകയിൽ എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡായിട്ട് കൊടുക്കും. കറണ്ട് കൊടുക്കും, വെള്ളം കൊടുക്കും, പിന്നെന്താ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതെല്ലാം എന്തോ ഒരു കൃഷിക്ക് ആവശ്യമായ എന്തൊക്കെ സാധനം വേണോ അതെല്ലാം കംപ്ലീറ്റ് കൊടുത്തിട്ടാണ് ഇവർ വാടക പറഞ്ഞ് ഇവർ സ്ഥലം ഇവർക്ക് വേണ്ടി മലയാളികൾ മേടിച്ചെടുക്കുന്നത്. അങ്ങനൊരു നല്ലൊരു ഇതുണ്ട്, ഗുണമുണ്ട്. അങ്ങനൊരു ഗുണം വരുമ്പോൾ തന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചിലവുകൾ കുറവാണ്. ചിലവുകൾ വല്ലാണ്ട് കുറഞ്ഞു കഴിയുമ്പം നല്ല രസമുണ്ടല്ലോ, ചിലവ് കുറയും. അത് മാത്രമല്ല, എല്ലാം നല്ല പുതിയ ടെക്നോളജി, ന്യൂജൻ ടെക്നോളജിയിൽ കാര്യങ്ങൾ ചെയ്യും. വഴി സൗകര്യങ്ങൾ, എല്ലാ റോഡിൻ്റെ സൈഡുകളിലും അവിടെ എത്തേണ്ട സ്ഥലത്ത് വരെ വഴി ഉണ്ടാവും. അതുകൊണ്ടൊക്കെ പറഞ്ഞാൽ അതൊക്കെയാണ് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇവർ പൈസ മുടക്കുന്നതനുസരിച്ച് ഇത് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും നമ്മുടെ നാട്ടിൽ എന്താ പറയുക, പൈസയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം. ഇതൊക്കെ നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. ഇവർ ഫുള്ള് പച്ചക്കറി എടുക്കാൻ പോകുന്നതാണ്. നമുക്ക് ഗുണ്ടൽപേട്ട വഴിക്ക് ഒരു ദിവസം പോകണം. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എന്താ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇവിടെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. അമ്പലങ്ങൾ ഒരുപാട്. ഈ പശുക്കളൊക്കെ വഴിക്കൂടെ നടക്കുന്നില്ല. ഇതുങ്ങളൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇവന്മാരിവിടെ കൊല നടക്കും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇവിടെ.
ഇവരുടെ മൃഗങ്ങൾ ഇവർക്ക് ദൈവമാണ്, പശുക്കൾ. ഇവിടെ കർണാടകത്തിൽ എത്ര പൈസ എണ്ണയ്ക്ക് വില മാറ്റം ഉണ്ടെന്ന് കൂടെ നോക്കണം. ഇവിടെ മുക്കിനൊക്കെ ഇങ്ങനെ ഓരോ ഇത് കഴിയുമ്പോൾ ഒരുപാട് അമ്പലങ്ങളുണ്ട്. സ്കൂള്, നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പച്ചപ്പ് കാണും. പക്ഷെ ഇവിടെ എന്നുവെച്ചാൽ ഓരോ സീസൺ അനുസരിച്ച് ഓരോ കൃഷികൾ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു കൃഷി കഴിഞ്ഞാൽ അങ്ങ് നിൽക്കുന്ന വാഴ നിൽക്കുന്നുണ്ട്. വാഴയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വേറെന്തോ ഒരു സാധനം നട്ടിട്ടുണ്ട്. അതെന്ത് സാധനം മനസ്സിലാവില്ല. കുറച്ചുകൂടി ചെന്ന് കഴിയുമ്പം ഫുള്ള് പൂക്കളാവും. പിന്നെന്താ ഇതില്ല നമ്മളെ പുകല, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പുകല, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുവാ. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലമൊക്കെ ഒരുക്കിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നത്. അതൊക്കെ ഓരോ എന്താ പറയുക, ഇല്ലാത്ത സാധനം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും ഇവിടെ. മണ്ണിൻ്റെ പ്രത്യേകതയാണോ എന്താ കാര്യം എന്നറിയില്ല. നിർത്തണം, നിർത്തണം, ഇല്ലെങ്കിൽ നമ്മൾ വിട്ടു പോകും. പടങ്ങളുണ്ട് രണ്ട് സൈഡിലും മേഖല ഇങ്ങനെ കണ്ണത്താ ദൂരത്തിൽ കടക്കുക കണ്ടമാണ്. ഇവിടെ ചെന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ അറിയാം, ഫുള്ളും മലയാളിയായിരുന്നു. ഈ കൃഷി ചെയ്ത് മൊത്തം മലയാളികളും ചെയ്യും. പുറത്തുനിന്നൊരു മനുഷ്യനുണ്ടാവില്ല, സ്ഥലം മൊത്തം മേടിച്ച് കൃഷി ചെയ്യും മലയാളികൾ. അയ്യോ നമുക്ക് നോക്കി മനസ്സിലാവണ്ട, വരണ്ട പ്രദേശം പോലെ വരണ്ട് ഇതിന് വെള്ളമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് ഇവിടെ ഇതാവും. ഏറ്റവും കൂടുതൽ കുഴൽക്കിണറടിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ ആവശ്യത്തിന് ഓരോ തീർന്നപ്പോൾ ഓരോ കുഴൽക്കിണർ അടിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് വെള്ളം വേണമെങ്കിൽ ഒരു 10 ഏക്കറിന് വെള്ളം വേണമെങ്കിൽ അല്ലെങ്കിൽ 5 ഏക്കർ വെള്ളം വേണമെങ്കിൽ അവിടെ പോയിട്ട് കുഴൽക്കിണർ അടിക്കും. എന്നിട്ട് അവിടെ നിന്ന് കുഴൽക്കിണർ വെച്ച് വെള്ളം അടിക്കും. അങ്ങനെയാണ് ഇവിടെ ചെയ്ത് കാണുന്ന രീതി. അത് പിന്നെ അത് മാത്രമല്ലാണ്ട് പിന്നെ ഇതുണ്ട്, എന്താ പറയുക, ഈ ഇലക്ട്രിസിറ്റി ഗവൺമെൻറ് കൊടുക്കുക കേട്ടോ. എല്ലാ ഇതിൽ എവിടെ വെള്ളം അടിച്ച് കയറണമെങ്കിൽ വെള്ളം നനയ്ക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ ഇത്ര ഓരോ എല്ലാ സ്ഥലത്തേക്ക് എത്തുന്നത് കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് ചിലപ്പോൾ ഒരു 5 മണിക്കൂർ വരും, ചില സമയത്ത് ഒരു 6 മണിക്കൂർ വരും. അങ്ങനെ കറണ്ട് അങ്ങനെ ഒഴിവാക്കി ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. കാരണം എല്ലാ സ്ഥലത്തേക്ക് എത്താനുള്ള കണക്കിന് വേണ്ടി അങ്ങനെ ഒരു സംവിധാനം കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. വരണ്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫീൽ കാണുമ്പോൾ മനസ്സിലാവണ്ട. പക്ഷെ എല്ലായിടത്തും വരണ്ട് കിടക്കുകയാണെങ്കിലും നല്ല വിളവ് ലഭിക്കുന്നു, എന്താ പറയുക, നല്ല മണ്ണ്, എല്ലാ സാധനങ്ങളും അവർ കൃഷിയായിട്ട് സാധനങ്ങളെല്ലാം കിട്ടുന്നു. അതാണ് ഇവിടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ നിർത്തണം എന്തായാലും, മുള്ള ഞാനിവിടുത്തെ ചെറുതായിട്ട് നിർത്തി. ഇതേണ്ടോ, ഇതിപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. കൃഷി ചെയ്യാൻ വേണ്ടി സെറ്റപ്പാക്കി ഉഴുതു മറിച്ച് റെഡിയാക്കി വെക്കാം.
കണ്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ മനുഷ്യന്മാർ കൊത്തി ഇളക്കുന്നൊന്നും നടക്കില്ല. ഒരു ടില്ലർ കയറ്റും ഇളക്കി അങ്ങോട്ട് ഇങ്ങനെ കടക്ക പരന്നിട്ട് നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല, ഇത്ര ദൂരമുണ്ട്. ഇനി ഇപ്പുറ സൈഡിൽ കാണിച്ചു തരാം. ഇതുണ്ടോ റോഡിൻ്റെ അപ്പുറ സൈഡ് പോകുമ്പോഴത്തേക്കും വണ്ടികൾ വരുന്നുണ്ട്. എല്ലാം കേരള വണ്ടിയാണ്, 27 വണ്ടിയാണ്. ചങ്ങായി കണ്ടിട്ട് നമ്മളെ ലൈറ്റ് അടിച്ച് കാണിച്ചു. ഇതുണ്ടോ ഇതൊക്കെ കൃഷി ചെയ്ത് അവിടെയൊക്കെ കൃഷി ഉണ്ട് കണ്ടോ. കുറേ സ്ഥലത്ത് പച്ചപ്പ്, കുറേ സ്ഥലത്ത് ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്നു. അവിടെ ഏറുമാടം ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ഉണ്ട് ഏറുമാടം. അപ്പം ഇതാണ് ഇങ്ങനെ കണ്ടോ എത്ര ദൂരത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ.